നമസ്കാരം. പ്രധാന വാർത്തകൾ. പെരിന്തൽമണ്ണ മണ്ണാർമലയിൽ പുലിയെ കണ്ട സംഭവം വനം വകുപ്പ് ഇടപെട്ടില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് നജീബ് കാന്തപുരം MLA. നാട്ടുകാർ സ്ഥാപിച്ച CCTVയിലാണ് പുലിയുടെ ദൃശ്യം പതിഞ്ഞത്. നെന്മാറ ഇരട്ട കൊലപാതക കേസ് പ്രതി ചെന്താമരയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. പ്രതിയുടെ വീട്ടിലും പരിസരത്തുമാണ് തെളിവെടുപ്പ് നടത്തിയത്. ജനരോഷം കണക്കിലെടുത്ത് വൻ സുരക്ഷയിലായിരുന്നു തെളിവെടുപ്പ്. ആനമങ്ങാട് സ്വകാര്യ ബസ്സും സ്കൂട്ടറും ഇടിച്ച് യുവാവിന് ഗുരുതര പരിക്ക്. തൂത സ്വദേശി ഷക്കീബിനാണ് പരിക്കേറ്റത്. ചൊവ്വാഴ്ച രാവിലെ 7:45 അപകടം. മണ്ണാർക്കാട് തച്ചനാട്ടുകരയിൽ നിന്ന് അലനല്ലൂർ പഞ്ചായത്തിലേക്കുള്ള ജൽജീവൻ പദ്ധതിയുടെ പൈപ്പുകൾ നാട്ടുകൽ പുത്തൂർ വഴി സ്ഥാപിക്കണമെന്ന് ഭീമനാട് പൗരസമിതി. നിലവിൽ നാട്ടുകൽ ഭീമനാട് റോഡിലൂടെയാണ് പൈപ്പ് സ്ഥാപിക്കുന്നത്. ഇതുമൂലം 11 കിലോമീറ്റർ അധികം ദൂരം പൈപ്പ് സ്ഥാപിക്കേണ്ടി വരുമെന്ന് നേതാക്കൾ. വിശദമായ വാർത്തകളിലേക്ക്. പെരിന്തൽമണ്ണ മണ്ണാർമലയിൽ പുലി ഇറങ്ങി. നാട്ടുകാർ സ്ഥാപിച്ച CCTVയിലാണ് പുലി പ്രത്യക്ഷപ്പെട്ടത്. ഈ ദൃശ്യത്തിൽ പുലിയാണെന്ന് വനം വകുപ്പ് സ്ഥിരീകരിച്ചു. മണ്ണാർമല മാടുഭാഗങ്ങളിൽ മുമ്പ് പലതവണ പുലിയെ കണ്ടതായി നാട്ടുകാർ പരാതിപ്പെട്ടിരുന്നു. ഈ ഭാഗത്ത് നാട്ടുകാർ സ്ഥാപിച്ച CCTVയിലാണ് ഇപ്പോൾ പുലിയുടെ ദൃശ്യം പതിഞ്ഞിരിക്കുന്നത്. അതോടെ ഈ ഭാഗങ്ങളിൽ പുലി ഇറങ്ങിയതായി സ്ഥിരീകരിച്ചു. CCTVയിൽ കാണുന്ന മൃഗം പുലിയാണെന്ന് വനം വകുപ്പും സ്ഥിരീകരിച്ചിട്ടുണ്ട്. വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ഹൈദറിന്റെ നേതൃത്വത്തിലാണ് നാട്ടുകാർ ഇവിടെ CCTV സ്ഥാപിച്ചത്. മണ്ണാർമല ഭാഗത്ത് സ്ഥിരമായിട്ട് ആളുകൾക്കുള്ള തലവേദനയായിരുന്നു. ഇവിടെ വഴി യാത്രക്കാരൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു വിഷയമായിരുന്നു. ഈ മണ്ണാർമല മാട് റോഡിൽ യാത്രക്കാർ പുലിയെ കണ്ടതായിട്ട് സ്ഥിരമായിട്ട് നാട്ടിൽ വന്ന് വിവരം അറിയിക്കാറുണ്ടായിരുന്നു. മുൻപ് തന്നെ ഇതേപോലെ ഒരു വീട്ടിലത്തെ CCTV ക്യാമറയിൽ കുറച്ച് ദൂരത്തു നിന്ന് തന്നെ അത്തരത്തിലുള്ളൊരു പുലിയെന്ന് തോന്നിക്കുന്ന രീതിയിൽ മുൻപൊരു ഇത് കണ്ടിരുന്നു. അപ്പോൾ ഇന്ന് 2-ാം തീയതി രാത്രി 10:25 പ്രദേശത്ത് ഇതേപോലെ സ്ഥിരമായിട്ട് കാണുന്ന ഏരിയയിൽ ഒരു സ്വകാര്യ സ്ഥലത്ത് നാട്ടുകാരുടെ സാന്നിധ്യത്തിൽ സ്ഥാപിച്ച CCTV ക്യാമറയിലാണ് ഇപ്പോൾ ഒരു 10:22 ഇന്നും പുലിയെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന് സ്ഥിരമായിട്ട് നമ്മൾ ഈ ഒരു വിഷയം ഇതിൻ്റെ ഒരു ഭീകരതയെ കുറിച്ചിട്ട് ഫോറസ്റ്റ് അധികൃതരെ അറിയിക്കലും അവരിവിടെ വന്ന് സ്ഥലം പരിശോധിക്കലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ കൃത്യമായിട്ട് അത് പുലിയാണോ എന്നുള്ളത് സ്ഥിരീകരിക്കാത്തൊരു വിശേഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിലിപ്പോൾ നാട്ടുകാരുടെ നിരന്തരമായിട്ടുള്ള ഇടപെടലിലാണ് ഇപ്പം ഇന്ന് അത് പുലിയാണ് എന്നുള്ളതിനെ 100% ഉറപ്പിക്കുന്ന രീതിയിലേക്ക് അതിലെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ബഹുമാനപ്പെട്ട ഫോറസ്റ്റ് അധികൃതർ ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇതിൻ്റെ ഇന്നലെ മിനിഞ്ഞാന്നാണ് ഇപ്പോൾ പട്ടിക്കാട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തും പുലിയെ കണ്ടതായിട്ട് പല ആളുകളും പറഞ്ഞതും വാർത്തയിലൊക്കെ വന്നിരുന്നു. അപ്പോൾ ഇത് സ്ഥിരം പാസ് ചെയ്യുന്ന ഒരു ഏരിയയാണ്. യാത്രക്കാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ളൊരു വിഷയമാണ്. മാത്രമല്ല മണ്ണാർമല തൊട്ടടുത്ത വീടിൻ്റെ ഒരുപാട് വീടുകൾ തിങ്ങിപ്പറക്കുന്ന സ്ഥലത്തിൻ്റെ തൊട്ട് മീതെയായിട്ടാണ് ഈ ഒരു സ്ഥിരമായിട്ട് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് പിടിക്കാനുള്ള നടപടി അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണമെന്ന് വിരുദ്ധമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. പുലി ഇറങ്ങിയതായി സ്ഥിരീകരിച്ചതോടെ ഭീതിയിലാണ് നാട്ടുകാർ. പുലിയെ പിടികൂടാൻ പ്രദേശത്ത് കൂട് സ്ഥാപിക്കാൻ വനംവകുപ്പ് തീരുമാനമെടുക്കും. പട്ടിക്കാട്, മുള്ള്യാകുർശി, പരിയാമ്പുരം ഭാഗങ്ങളിലും നേരത്തെ പുലിയെ കണ്ടതായി നാട്ടുകാർ പരാതിപ്പെട്ടിരുന്നു. കൊടികുത്തിമലയിൽ കന്നുകാലിയെ കടിച്ചുകൊന്ന നിലയിലും കണ്ടെത്തിയിരുന്നു. പെരിന്തൽമണ്ണ മണ്ണാർമലയിൽ പുലിയെ കണ്ട സംഭവം വനം വകുപ്പ് ഇടപെട്ടില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് നജീബ് കാന്തപുരം MLA. പുലിയെ കണ്ട സ്ഥലം സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു MLA. നാട്ടുകാർ സ്ഥാപിച്ച CCTVയിൽ പുലിയെ കണ്ട മണ്ണാർമല മാടുപ്രദേശത്ത് നജീബ് കാന്തപുരം MLA സന്ദർശനം നടത്തി. പുലിയെ കണ്ടത് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ഭീതിയിലായ നാട്ടുകാരുടെ പ്രശ്നങ്ങൾ MLA ചോദിച്ചറിഞ്ഞു. മണ്ണാർമലയിൽ പുലിയെ കണ്ട സംഭവത്തിൽ വനംവകുപ്പ് ഇടപെടണമെന്നും അല്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നും MLA പറഞ്ഞു. ജനങ്ങളുടെ ജീവന് സംരക്ഷണം നൽകണമെന്നും MLA ആവശ്യപ്പെട്ടു. നമ്മൾ കുറേ കാലങ്ങളായിട്ട് ഇപ്പോൾ ഇവിടെ നടക്കുന്ന എല്ലാ സംഭവങ്ങളെയും ഒരു തമാശയായിട്ടാണ് വനംവകുപ്പ് കണ്ടിട്ടുള്ളത്. കാരണം നമ്മളിപ്പോൾ ഇവിടെ മാത്രമല്ല, ആലിപ്പറമ്പിലും അതുപോലെ തന്നെ വട്ടത്തൂരും ഒക്കെ നമ്മൾ കാൽപ്പാടുകൾ കണ്ട സമയത്ത് വളരെ ഗൗരവമായിട്ട് തന്നെ പഞ്ചായത്ത് പ്രസിഡന്റും ഇവിടുത്തെ വാർഡ് മെമ്പർമാരും എല്ലാവരും കൂടി DFO അടക്കമുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരോട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യം എന്താ വെച്ചാൽ അത് കാട്ടുപൂച്ചയായിരിക്കുന്നതാണ്. പക്ഷേ നമ്മൾ നേരിട്ട് ബൈക്കുകൾക്ക് മുമ്പിൽ ചാടി ഇപ്പോൾ നേരത്തെ വാർഡ് മെമ്പർ ഹൈദർ പറഞ്ഞ പോലെ ഈ റോഡ് തന്നെ ക്രോസ് ചെയ്ത് പുലി ചാടുന്നത് കണ്ടു എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ പറയുന്ന സമയത്ത് ഇവർ പറയുന്നത് എന്താ വെച്ചാൽ അതൊന്നുമില്ല, നിങ്ങൾക്ക് തോന്നലാണെന്നാണ്. പക്ഷേ ഇപ്പോൾ നാട്ടുകാർ തന്നെ സ്ഥാപിച്ച ഒരു CCTVക്ക് അകത്താണ് വളരെ സൈസുള്ള ഒരു പുലി കുടുങ്ങിയിരിക്കുന്നത്.
അപ്പോൾ നമ്മളിത് വളരെ ആശങ്കയോടുകൂടി തന്നെയാണ് കാണുന്നത്. കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരുപാട് ആളുകളുടെ മരണം ഉണ്ടായി, ഇന്നലെയും ഇന്നും ഒക്കെ തുടരുകയാണ്. അപ്പോൾ വന്യജീവി മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ മലയോര പ്രദേശങ്ങൾ വിട്ട് നഗരങ്ങളിലേക്ക് വരുന്ന അതിഭീകരമായൊരു സാഹചര്യത്തിലും സർക്കാർ ഇക്കാര്യത്തിൽ വളരെ മൗനമാണ് തുടരുന്നത്. മാത്രമല്ല, ഈ ഒരു സന്ദർഭത്തിൽ ഇത്രയേറെ വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള എവിഡൻസ് കിട്ടിയിട്ട് പോലും, വളരെ കൃത്യമായിട്ടുള്ള ഒരു ദൃശ്യം തന്നെ കിട്ടിയിട്ട് പോലും അത് ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്തിട്ടും ഇവിടെ ആറാട്ടിൻ്റെ ആളുകൾ വന്നു പോയി എന്നുള്ളതിനപ്പുറത്തേക്ക് ഇവിടെ ഒരു ക്യാമ്പ് ചെയ്യണ്ടേ, ഒരു സെർച്ച് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണ്ടേ? ഇവിടെ എന്താ ഉള്ളത്? ഇപ്പോൾ ഇവിടെ തന്നെ കാണുന്ന ഈ ഡ്രോണ്, നാട്ടുകാരിപ്പോൾ ഡ്രോൺ വെച്ച് തരികയാണ്. ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെയും വാർഡ് മെമ്പറുടെയും നമ്മുടെ മെമ്പർമാരുടെയൊക്കെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഡ്രോൺ തന്നെ സ്ഥാപിച്ച് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. ഇത് നമ്മളാണോ ചെയ്യേണ്ടത്? ഇത് ശരിക്കും പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ കുറച്ചുകൂടി ശാസ്ത്രീയമായി ചെയ്യണ്ടേ? ഇപ്പോൾ ഈ ഉച്ച നേരമായിട്ടും ഇന്നലെ രാത്രി നടന്ന ഈ സംഭവത്തിന് ശേഷം വളരെ നല്ലൊരു ഫോഴ്സിനെ ഇവിടെ ഡിപ്ലോയ് ചെയ്യണമെന്ന് ബഹുമാന്യനായ മന്ത്രിയോട് ഞാൻ ഇന്ന് രാവിലെ വിളിച്ച് സംസാരിച്ചതാണ്. DFOയോട് സംസാരിച്ചാണ്. DFO ഉച്ചയ്ക്ക് ശേഷമേ വരാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ DFO ശരിക്കും പറഞ്ഞാൽ ഈ സ്ഥലത്ത് എത്തേണ്ടതായിരുന്നു. അതിൽ എനിക്ക് കടുത്ത പ്രതിഷേധമുണ്ട്. കാരണം ഇത് അവർ നേതൃത്വം നൽകിയിട്ട് വേണം ഒരു സെർച്ച് നടത്താൻ. അല്ലാതെ ഇപ്പോൾ നാട്ടുകാരിപ്പോൾ ഒരു സാധാരണക്കാരായ മനുഷ്യർ ഞങ്ങൾക്ക് എങ്ങനെ ഇതിനെ ട്രാഫിക് ചെയ്യാൻ പറ്റും, അതിനെ എങ്ങനെ നമുക്ക് പിന്തുടരാൻ പറ്റും? അതൊന്നും സാധിക്കില്ല. പിന്നെ ഇത് ഒരു കൂടിൻ്റെ വെക്കുന്ന പ്രശ്നം വന്നപ്പോൾ പോലും ഇപ്പോൾ നേരത്തെ ഷെഫീഖ് പറഞ്ഞ മാതിരി ഈ കൂട് കൊണ്ടുവന്നത് പോലും നാട്ടുകാരുടെ ചെലവിലാണ്. ഇങ്ങനെ വന്നാൽ നമ്മുടെ നാട്ടിൽ എവിടെയും സുരക്ഷിതമായിട്ട് ആളുകൾക്ക് സഞ്ചരിക്കാൻ കഴിയില്ല. ആളുകൾ സ്ഥിരമായി യാത്ര ചെയ്യുന്ന ഒരു സ്ഥലത്ത് ജനങ്ങൾ ഇത്രയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ഘട്ടത്തിൽ തീർച്ചയായിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള അലംഭാവത്തിൽ കടുത്ത പ്രതിഷേധം അറിയിക്കുകയാണ്. വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CM മുസ്തഫ, ഗ്രാമപഞ്ചായത്ത് അംഗം ഹൈദർ തുടങ്ങിയവർ MLAക്കൊപ്പം ഉണ്ടായിരുന്നു. മണ്ണാർമല മാടുഭാഗങ്ങളിൽ നാട്ടുകാർ മുമ്പ് പലതവണ പുലിയെ കണ്ടിരുന്നു. പുലിയെ തുടരെ കണ്ട സാഹചര്യത്തിലാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ CCTV സ്ഥാപിച്ചത്. ഈ CCTVയിലാണ് പുലി നടന്നു പോകുന്ന ചിത്രം കണ്ടത്. ജില്ലാ ഫോറസ്റ്റ് ഓഫീസറും സ്ഥലം സന്ദർശിച്ചു. നെന്മാറ ഇരട്ട കൊലപാതകത്തിൽ പ്രതി ചെന്താമരയുമായി പോത്തുണ്ടിയിലെത്തി പോലീസ് തെളിവെടുപ്പ് നടത്തി. വൻ പോലീസ് സന്നാഹത്തിലാണ് ചെന്താമരയുമായി തെളിവെടുപ്പ് നടത്തിയത്. നാട്ടുകാരും പ്രദേശത്ത് തടിച്ചുകൂടിയിരുന്നു. നെന്മാറ പോത്തുണ്ടി ബോയൻ നഗറിലെ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് പ്രതി ചെന്താമരയെ പോലീസ് സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. ജനരോക്ഷം കണക്കിലെടുത്ത് വൻ സുരക്ഷയിലായിരുന്നു തെളിവെടുപ്പിലും പ്രതിക്ക് ഭാവഭേദങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ചെന്താമരയുടെ വീട്ടിലും പരിസരത്തുമാണ് തെളിവെടുപ്പ് നടത്തിയത്. കൊലയ്ക്ക് ശേഷം വീടിന് പിന്നിലൂടെ രക്ഷപ്പെട്ട് നെൽപ്പാടം കടന്ന് മലയിൽ കയറിയെന്നും രാത്രിയിൽ വനമേഖലയിലെ പാറയുടെ ചുവട്ടിൽ കിടന്നെന്നും ചെന്താമര പോലീസിനോട് പറഞ്ഞു. തെളിവെടുപ്പ് 3/4 മണിക്കൂറോളം നീണ്ടു. ശേഷം പ്രതിയെ ആലത്തൂർ DYSP ഓഫീസിലേക്ക് മാറ്റി. ഇക്കഴിഞ്ഞ ജനുവരി 27-നായിരുന്നു പോത്തുണ്ടി ബോയൻ നഗർ സ്വദേശികളായ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും അയൽവാസി ചെന്താമര കൊലപ്പെടുത്തിയത്. സ്കൂട്ടറിൽ വരികയായിരുന്ന സുധാകരനെ വടിയിൽ വെട്ടുകത്തി വെച്ച് കെട്ടി വെട്ടിവീഴ്ത്തുകയായിരുന്നു. സമീപത്ത് ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷമായിരുന്നു ആക്രമണം. ആനമങ്ങാട് കൃഷ്ണപ്പടിക്ക് സമീപം വളവിൽ സ്വകാര്യ ബസ് സ്കൂട്ടറിൽ ഇടിച്ച് യുവാവിന് ഗുരുതര പരിക്ക്. തൂത കല്ലിങ്ങൽ മുഹമ്മദ് ഷക്കീബിനാണ് പരിക്കേറ്റത്. ചൊവ്വാഴ്ച രാവിലെ 7:45-ഓടെയാണ് അപകടമുണ്ടായത്. പെരിന്തൽമണ്ണയിൽ നിന്നും ചെറുപ്പുളശ്ശേരിയിലേക്ക് വരികയായിരുന്ന കനറ ബസ്സാണ് മുഹമ്മദ് ഷക്കീബ് സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ ഇടിച്ചത്. ചൊവ്വാഴ്ച രാവിലെ 7:45-ഓടെയാണ് അപകടം ഉണ്ടായത്. കാറിനെയും മോട്ടോർ ബൈക്കിനെയും മറികടന്ന് തെറ്റായ ദിശയിൽ അമിത വേഗതയിലെത്തിയ ബസ് സ്കൂട്ടർ യാത്രികനെ ഇടിക്കുകയായിരുന്നു.
ഇടിച്ച ശേഷം മുഹമ്മദ് ഷക്കീബിനെയും സ്കൂട്ടറുമായും ബസ് മുമ്പോട്ട് നീങ്ങി. ബസ്സിനടിയിൽ കുടുങ്ങിക്കിടന്ന മുഹമ്മദ് ഷക്കീബിനെ യാത്രക്കാർ പുറത്തെടുത്ത് പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഗുരുതരമായി പരിക്കേറ്റ ഷക്കീബിനെ മൗലാന ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അപകടത്തിൽ സ്കൂട്ടർ പൂർണ്ണമായും തകർന്നു. ഇതേസമയം അപകടം സംഭവിച്ച സമീപത്തെ റോഡിലെ കുഴികൾ അപകട ഭീഷണിയാണ്. ജലപദ്ധതിയുടെ പൈപ്പ് സ്ഥാപിച്ച ശേഷം അറ്റകുറ്റപ്പണി നടത്തി ടാറിംഗ് ചെയ്തിരുന്നു. എന്നാൽ വീണ്ടും കുഴികൾ രൂപാന്തരപ്പെട്ടു. ഈ കുഴികളും അപകടത്തിന് കാരണമാകുന്നതായി നാട്ടുകാരും യാത്രക്കാരും പരാതിപ്പെട്ടു. ആനമങ്ങാട് വിളക്കത്ര വളവും കൃഷ്ണപ്പടി വളവും സ്ഥിരമായി വാഹനാപകടങ്ങൾ സംഭവിക്കുന്ന ഭാഗങ്ങളാണ്. അപകടങ്ങൾ നിയന്ത്രിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. പെരിന്തൽമണ്ണ ചെർപ്പളശ്ശേരി പാതയിൽ ആനമങ്ങാട് വരെ വിവിധ ഭാഗങ്ങളിൽ തകർന്ന റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ആലിപ്പറമ്പ് പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പെരിന്തൽമണ്ണയിലെ കാര്യാലയം ഉപരോധിച്ചു. ഒരാഴ്ചയ്ക്കകം റോഡിന്റെ പ്രവൃത്തികൾ പൂർത്തീകരിക്കുമെന്ന് എഴുതി നൽകിയതിനെ തുടർന്നാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ ഉപരോധം അവസാനിപ്പിച്ചത്. പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡ് ചെർപ്പളശ്ശേരി റോഡ് ജംഗ്ഷൻ മുതൽ ആനമങ്ങാട് വരെയുള്ള ഭാഗം BMBC സംവിധാനത്തിൽ നവീകരിക്കുന്നതിന് സാങ്കേതിക അനുമതി ലഭിച്ചിട്ട് വർഷങ്ങളായി. എന്നാൽ റോഡ് നവീകരണം പൂർത്തീകരിച്ചിട്ടില്ല. മാത്രമല്ല ജൽജീവൻ മിഷൻ പദ്ധതിക്കായി പൈപ്പുകൾ സ്ഥാപിക്കാൻ കുഴിയെടുത്തതിനെ തുടർന്ന് റോഡ് പല ഭാഗങ്ങളിലായി തകർന്നു കിടക്കുകയാണ്. റോഡിലെ തകർന്ന ഭാഗങ്ങൾ ഗതാഗത യോഗ്യമാക്കണമെന്നും റോഡ് നവീകരണം പൂർത്തിയാക്കണമെന്നും ആവശ്യപ്പെട്ട് ആലിപ്പറമ്പ് പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയം ഉപരോധിച്ചു. വായിച്ചു നോക്കുമ്പോൾ സാങ്കേതികമായിട്ട് ഇത് രണ്ടൊന്നും നമ്മൾ എന്താ പറയുന്നത്, പെരിന്തൽമണ്ണ ചെർപ്പളശ്ശേരി റൂട്ടിൽ ആനമങ്ങാട് വരെയുള്ള മുഴുവൻ ഭാഗങ്ങളും അറ്റകുറ്റപ്പണികൾ നടത്തണം എന്നുള്ളതാണ്. അതും പാലോളിപ്പറമ്പ് ഭാഗം ഉൾപ്പെടുന്ന ആനമങ്ങാട് വരെയുള്ള തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? പറഞ്ഞതും കൃത്യമായിട്ട് അത് തന്നെയായിരുന്നു. അത് നിങ്ങൾ പാലോളിപ്പറമ്പിലെ കുഴി മാത്രം ഫോക്കസ് ചെയ്ത് അത് എഴുതി തരാണ്. ഞങ്ങൾക്ക് അങ്ങനെ എഴുതുകൊണ്ട് അവർക്ക് കാര്യമില്ല. അവിടെ നിരന്തരമായ ആക്സിഡന്റ് ആണ്. അതിന് ഉത്തരവാദിത്വം സാറ് ഏൽക്കണം. അല്ലെങ്കിൽ നാളെ അവിടെ അത് പറയണ ഞങ്ങൾ ഇന്ന് വന്നിട്ട് നാളെ ചെയ്തു തരണം എന്നല്ല പറഞ്ഞു. 2 വർഷം മുന്നേ വന്ന് നിവേദനം തന്നതാണ്. അതിന്റെ AS-ഉം TS ഒക്കെ പാസ്സായ റോഡാണല്ലോ. ഇന്നലെ ടെക്നിക്കൽ ഇഷ്യൂ പറഞ്ഞിട്ട് എത്ര കാലം നീട്ടി ഞങ്ങൾ കാലങ്ങൾ ഇനി നീട്ടിയൊക്കെ അവിടെ വരുന്ന ആക്സിഡന്റും മരണങ്ങളൊക്കെ അവിടെ ഇപ്പോൾ കഴിഞ്ഞ 2 മാസം മുന്നേ ഒരു ആക്സിഡന്റ് ആയിട്ട് ഒരാൾ കാലും നട്ടലും തകർന്നു, ഒരാൾ കൈയും പോയിരിക്കുകയാണ്. പല ആക്സിഡന്റുകൾ അവിടെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞങ്ങൾ ഇങ്ങനെ കണ്ടു കാണിക്കണം. ഇതൊക്കെ നിങ്ങൾ പറയുന്ന സമയത്തിനനുസരിച്ച് ഇങ്ങനെ നീണ്ടു പോകണം. അതൊന്നും കഴിയില്ല. ഞങ്ങൾക്ക് 10-ാം തീയതി ഇത് പാച്ച് ഏറ്റവും അറ്റ്ലീസ്റ്റ് മിനിമം പാച്ച് ചെയ്തതിന് ഉറപ്പുണ്ടെങ്കിൽ കൊണ്ട് പോകും. അത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ പറഞ്ഞു. റോഡിലെ തകർന്ന ഭാഗങ്ങൾ വരുന്ന 10-ാം തീയതിക്കകം തീർക്കാമെന്ന് രേഖാമൂലം എഴുതി നൽകിയതിനെ തുടർന്നാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ ഉപരോധം അവസാനിപ്പിച്ചത്. ആ റോഡ് BMBC വർക്ക് എടുക്കുന്നതിന് വേണ്ടി കുറെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കരാറുകാരൻ ഏറ്റെടുത്തതായിരുന്നു. അത് വളരെ മന്ദഗതിയിൽ പോകുന്ന സാഹചര്യം വന്നപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ വന്ന് ഇവിടെ AXIയെ കണ്ട് നിവേദനം കൊടുത്ത് അതിൻ്റെ താൽക്കാലികമായ ഒരു പാച്ച് വർക്ക് അന്ന് എടുത്തുപോയി. പക്ഷെ വീണ്ടും 1 വർഷത്തിന് ശേഷം ആ റോഡ് വീണ്ടും വളരെ ശോചനീയമായ സാഹചര്യമായി ഉണ്ടാകുന്നത്. അതിനുശേഷം ഇന്ന് കാലത്ത് ഒരു സ്കൂട്ടർ യാത്രക്കാരൻ ബസ്സുമായി കൂട്ടിയിടിച്ച് വളരെ ഗുരുതരമായ അവസ്ഥയിൽ ഇന്ന് ഈ സമയത്ത് മൗലാന ആശുപത്രിയിൽ ICUവിലാണ്. ആളുകളുടെ ജീവൻ നൽകിക്കൊണ്ട് ഈ ഒരു അവസ്ഥ തുടരുകയാണെങ്കിൽ യൂത്ത് ലീഗ് പ്രവർത്തകർക്ക് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഉപരോധ സമരവുമായിക്കൊണ്ട് യൂത്ത് ലീഗ് പ്രവർത്തകർ ഇവിടെ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ളത്. ഞങ്ങളുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് അടുത്ത 5 ദിവസത്തിനുള്ളിൽ 10-ാം തീയതിക്കുള്ളിൽ ഈ റോഡിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാമെന്നും അതിനുശേഷം ഉടനടി BC വർക്കുകൾ പൂർത്തീകരിക്കാമെന്നും AXI ഞങ്ങൾക്ക് രേഖാമൂലം ഉറപ്പ് നൽകിയിരിക്കുകയാണ്. 10-ാം തീയതിക്കകം ഈ ആദ്യ പ്രവർത്തികൾ ഏറ്റെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ബഹുജന പങ്കാളിത്തത്തോടു കൂടി ഈ ഓഫീസ് ഉപരോധിക്കുകയും അതോടൊപ്പം തന്നെ സംസ്ഥാന പാത ഉപരോധിക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് മുസ്ലിം യൂത്ത് ലീഗ് നേതൃപരമായ ഒരു പങ്ക് വഹിക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല. ആ തരത്തിലേക്ക് ഉദ്യോഗസ്ഥരെ കൊണ്ട് ഞങ്ങളെ എത്തിക്കരുത് എന്ന് ഞങ്ങൾ അവരോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. റോഡിന്റെ തകർന്ന ഭാഗങ്ങളിൽ അപകടങ്ങൾ പതിവാണ്. റോഡിൽ കുഴികളുള്ള ഭാഗത്തിന് സമീപം ചൊവ്വാഴ്ച ബസ് സ്കൂട്ടറിൽ ഇടിച്ച് വാഹനാപകടം സംഭവിച്ചിരുന്നു. ഉപരോധ സമരത്തിന് പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് സലാം മണലായ, ജനറൽ സെക്രട്ടറി നജിമുദ്ദീൻ ആനമങ്ങാട്, ട്രഷറർ നവാസ് ആലിക്കൽ, ഭാരവാഹികളായ ഷാഫി ചുങ്കത്ത്, മുബാറക് മലയിൽ, ഷമീർ ആനമങ്ങാട്, ഷഹീർ തൂത, റഹീഫ് പള്ളിപ്പടി തുടങ്ങിയവർ നേതൃത്വം നൽകി.
കയറിക്കിടക്കാൻ വീടില്ലാത്ത 3 കുടുംബങ്ങൾക്ക് താങ്ങായി ചെർപ്പുളശ്ശേരി നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും CPM ലോക്കൽ കമ്മിറ്റി അംഗവുമായ VP സമീജ്. ഇവർക്ക് തന്റെ പേരിലുള്ള സ്ഥലം സൗജന്യമായി വീതിച്ചു നൽകുമെന്ന് സമീജ് കൗൺസിലിൽ അറിയിച്ചു. ചെർപ്പുളശ്ശേരി നഗരസഭയിലെ അതിദാരിദ്ര്യ വിഭാഗത്തിൽപ്പെട്ട സ്ഥലമില്ലാത്ത 3 കുടുംബങ്ങൾക്ക് സൗജന്യമായി സ്വന്തം പേരിലുള്ള സ്ഥലം നൽകുമെന്ന പ്രഖ്യാപനമാണ് നഗരസഭ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും CPM ലോക്കൽ കമ്മിറ്റി അംഗവുമായ VP സമീജ് നടത്തിയത്. ചൊവ്വാഴ്ച ചേർന്ന കൗൺസിൽ യോഗത്തിലാണ് സ്ഥലം സൗജന്യമായി വിട്ടു നൽകുമെന്ന് സമീജ് പ്രഖ്യാപിച്ചത്. കയ്യടിയോടെയാണ് സമീജിന്റെ പ്രഖ്യാപനത്തെ കൗൺസിൽ അംഗീകരിച്ചത്. കാറൽമണ്ണ ആലുംപാറയിൽ സ്വന്തം ഉടമസ്ഥയിലുള്ള 9 സെന്റ് സ്ഥലത്തിൽ നിന്നാണ് ഓരോ കുടുംബങ്ങൾക്കും സ്ഥലം നൽകുക. നഗരസഭ സർവേ നടത്തി കണ്ടെത്തിയ അതിദാരിദ്ര്യ വിഭാഗത്തിൽ ഉൾപ്പെട്ട 132 കുടുംബങ്ങളിൽ നിന്നും ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന 27, 28, 31 വാർഡുകളിലുള്ള ദേവാനി പാറക്കാട്ടിൽ, ആനന്ദ്കുമാർ, ദൃശ്യ എന്നിവരുടെ കുടുംബങ്ങളെയാണ് സമീജ് ചേർത്ത് പിടിക്കുന്നത്. ഇവരുടെ ദയനീയ സ്ഥിതി മനസ്സിലാക്കിയാണ് സ്ഥലം വിട്ടു നൽകാൻ തീരുമാനിച്ചതെന്നും വലിയ സന്തോഷമുണ്ടെന്നും സമീജ് പറഞ്ഞു. ചെർപ്പുളശ്ശേരി നഗരസഭയും നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ 137ഓളം വരുന്ന അതിദാരിദ്ര്യരുടെ വിവിധ പേശകടങ്ങളിലായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ പലരും റേഷൻ കാർഡ് ഇല്ലാത്ത ആളുകളുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ സ്വന്തമായി പാചകം ചെയ്യാൻ കഴിയാത്ത ആളുകളുണ്ടായിരുന്നു. സ്വന്തമായി ഭൂമിയില്ലാത്തതും വീടില്ലാത്തതുമായ ആളുകളുണ്ടായിരുന്നു. അതിൽ നിന്നും നമ്മൾ നഗരസഭ 3 കുടുംബങ്ങളെയാണ് സ്വന്തമായി ഭൂമിയും വീടില്ലാത്ത ആളുകളായി വലിയധികം പ്രയാസമായി കണ്ടെത്തിയ 3 കുടുംബങ്ങൾ. ദേവയാനി പാറക്കാട്ടിൽ, ആനന്ദകുമാർ, ദൃശ്യ എന്ന് പറയുന്ന 3 കുടുംബങ്ങളിൽപ്പെട്ട ആളുകളാണ് നഗരസഭ കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും എൻ്റെ പേരിലുള്ള ഭൂമിയിൽ നിന്നും ഈ 3 കുടുംബങ്ങൾക്കുള്ള വീട് വയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ഭൂമി നൽകാൻ വേണ്ടി കുറച്ച് ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാലോചിക്കുകയായിരുന്നു. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ആ വിവരം ബഹുമാനപ്പെട്ട ചെയർമാൻ്റെ അധ്യക്ഷതയിൽ ഇന്ന് ചെർപ്പുളശ്ശേരി നഗരസഭയിൽ നടന്ന കൗൺസിൽ യോഗത്തിൽ അറിയിച്ചതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ചെർപ്പുളശ്ശേരി നഗരസഭയിലെ അർഹതപ്പെട്ട 3 കുടുംബങ്ങൾക്ക് വീട് വെക്കാനുള്ള ഭൂമി നൽകാമെന്ന് ചെയർമാൻ്റെ അധ്യക്ഷതയിൽ ഞാൻ പറയുകയും അത് കൗൺസിൽ അംഗീകരിക്കുകയും ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും 3 കുടുംബങ്ങളെ സംരക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷത്തിലാണ്. സമീജിന്റെ തീരുമാനം മാതൃകാപരമാണെന്ന് സഹ കൗൺസിലർമാരായ VT സാദിഖ് ഹുസൈനും P വിഷ്ണുവും പറഞ്ഞു. സ്പോൺസർമാരെ കണ്ടെത്തി സഹായിക്കാനുള്ള നല്ല മനസ്സുള്ള ഉടമകളെ കണ്ടെത്തി അവരിൽ നിന്ന് ഭൂമി ആവശ്യപ്പെടുക എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം നഗരസഭക്കകത്ത് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയും അപ്പോൾ അതിൻ്റെ സാങ്കേതിക വശങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി നമ്മൾ സെക്രട്ടറി മുഖാന്തരം എന്നിട്ട് ഇന്നിപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തായാലും ബഹുമാനപ്പെട്ട നഗരസഭയുടെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP സമീജ് ആ 3 കുടുംബങ്ങൾക്ക് വീട് വെക്കാൻ ആവശ്യമായ ഭൂമി തികച്ചും സൗജന്യമായി നൽകാമെന്ന് ഏറ്റിട്ടുണ്ട്. എന്തായാലും അത് വലിയ സന്തോഷമുള്ള കാര്യമാണ് നഗരസഭയെ സംബന്ധിച്ചൊക്കെ. KCEU ഏരിയ സെക്രട്ടറി കൂടിയാണ് മാണ്ടക്കരിയിൽ നിന്നുള്ള കൗൺസിലറായ VP സമീജ്. ഇടവേള. വാർത്തകൾ തുടരുന്നു. മണ്ണാർക്കാട് തച്ചനാട്ടുകരയിൽ നിന്ന് അലനല്ലൂർ പഞ്ചായത്തിലേക്കുള്ള ജൽജീവൻ പദ്ധതിയുടെ പൈപ്പുകൾ നാട്ടുകൽ പുത്തൂർ വഴി സ്ഥാപിക്കണമെന്ന് ഭീമനാട് പൗരസമിതി. നിലവിൽ നാട്ടുകൽ ഭീമനാട് റോഡിലൂടെയാണ് പൈപ്പ് സ്ഥാപിക്കുന്നത്. ഇതുമൂലം 11 കിലോമീറ്റർ അധികം ദൂരം പൈപ്പ് സ്ഥാപിക്കേണ്ടി വരുമെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തച്ചനാട്ടുകരയിലെ ജലസംഭരണിയിൽ നിന്ന് അലനല്ലൂരിലേക്ക് വെള്ളം എത്തിക്കാനുള്ള പൈപ്പ് നാട്ടുകൽ പുത്തൂർ റോഡിലൂടെ കൊണ്ടുപോകുകയാണെങ്കിൽ 3 കിലോമീറ്റർ പൈപ്പ് സ്ഥാപിച്ചാൽ മതി. ഭീമനാട് വഴിയാണെങ്കിൽ 11 കിലോമീറ്റർ വേണം. മാത്രമല്ല, പുത്തൂർ റോഡ് നവീകരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. അതിനു മുൻപ് പൈപ്പ് സ്ഥാപിച്ചാൽ പുതിയ റോഡ് പൊളിക്കുന്നതും ഒഴിവാക്കാനാവും. നാട്ടുകൽ ഭീമനാട് റോഡിൽ ഇറക്കിവെച്ച പൈപ്പുകൾ മൂലം വാഹനാപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിനാൽ പ്രദേശത്ത് നിന്ന് പൈപ്പുകൾ മാറ്റണമെന്നും വികസന സമിതി നേതാക്കൾ ആവശ്യപ്പെട്ടു. ടാങ്ക് സ്ഥിതി ചെയ്യുന്നത് നാട്ടുകൽ പോലീസ് സ്റ്റേഷന് മുന്നിലുള്ള മലയുടെ മുകളിലാണ്. അതിന്റെ വർക്ക് ഇതുവരെ പൂർത്തിയായിട്ടില്ല, തുടങ്ങിയിട്ട് പോലുമില്ല. ഈ പൈപ്പ് ലൈന് നാട്ടുകലിൽ നിന്ന് പുത്തൂർ വഴി അലനല്ലൂരിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ വെറും 3 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ആ പൈപ്പ് ലൈനാണ് നാട്ടുകളിൽ നിന്ന് ഭീമനാട് റോഡിലേക്ക് 3 കിലോമീറ്ററും ആ ഭീമനാട് നാട്ടുകൽ റോഡ് 3 കിലോമീറ്ററും ഭീമനാടിൽ നിന്ന് അലനല്ലൂരിലേക്ക് 5 കിലോമീറ്റർ 11 കിലോമീറ്റർ വളച്ചു കൊണ്ടുപോകുന്നത്. ഈ 3 കിലോമീറ്ററിന് പകരം ഈ 11 കിലോമീറ്റർ
ഈ പൈപ്പ് ലൈന് വളച്ചു കൊണ്ടുപോകുന്നത് എന്തിനാണ് എന്ന് മനസ്സിലാകുന്നില്ല. ഈ ഇത്രയും നല്ല മനോഹരമായൊരു റോഡ്, നമ്മുടെ ഈ പ്രദേശത്തെ ഏറ്റവും നല്ല മനോഹരമായ റോഡിലൂടെ തന്നെ ഈ പൈപ്പ് ലൈന് കൊണ്ടുപോകണമെന്നും ആ റോഡ് പൊളിച്ച് നശിപ്പിക്കണമെന്നും എന്താണ് അതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം എന്ന് മനസ്സിലാകുന്നത്. അബൂബക്കർ നാലകത്ത്, പിറസാക്ക്, PK അസ്കർ അലി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പുത്തനാൽക്കൽ പൂരം കാളവേല ആഘോഷത്തോടനുബന്ധിച്ച് ഹരിതചട്ടം പാലിക്കുന്നതിനു വേണ്ടി നഗരസഭാ ചെയർമാൻ P. രാമചന്ദ്രന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. യോഗത്തിൽ നഗരസഭാ സെക്രട്ടറി പ്രിയ, കൗൺസിലർമാർ, പോലീസ് ഓഫീസേഴ്സ്, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, വ്യാപാരി വ്യവസായി നേതാക്കൾ, KSEB ഉദ്യോഗസ്ഥർ, വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ചെർപ്പശ്ശേരിക്ക് കൂടുതൽ ജനങ്ങൾ എത്തുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വീട്ടുകാർക്ക് കൂടി സൗകര്യപ്പെടുത്തുന്ന കുടിവെള്ള വിതരണമായാലും വൈദ്യുതി വിതരണമായാലും ഒക്കെ തന്നെ കാര്യക്ഷമമാക്കി നടപ്പാക്കുന്നതിന് ആവശ്യമായ തീരുമാനം ബന്ധപ്പെട്ടവരുടെ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. പൂരത്തിന് വരുന്ന ആളുകൾക്ക്, വീട്ടിൽ വരുന്ന അതിഥികൾക്ക് ഒക്കെ തന്നെ ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ അവർക്ക് അടിസ്ഥാനമായ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതിന് ആവശ്യമായ ക്രമീകരണങ്ങൾ, പിന്നെ ടൗണും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ, ക്രമസമാധാന പരിപാലനം വേണ്ട രീതിയിലാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ പോലീസ് അധികാരികളിൽ നിന്ന് ഉണ്ടായി. എല്ലാ വകുപ്പ് ഉദ്യോഗസ്ഥരും വളരെ കോൺഫിഡൻസോടുകൂടിയാണ് പൂരം നടത്തിപ്പിനുള്ള തയ്യാറെടുപ്പ് നടത്തിയിട്ടുള്ളത് എന്നാണ് ഇന്നത്തെ യോഗത്തിൽ അറിയിച്ചുള്ളത്. വ്യാപാരി വ്യവസായികളൊക്കെ തന്നെ നല്ല രീതിയിൽ പൂരം വിജയിപ്പിക്കുന്നതിന് വേണ്ടി സഹകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മാലിന്യ സംസ്കരണ രംഗത്തും അവരിൽ നിന്ന് വലിയ പ്രതീക്ഷയോടുള്ള സഹകരണമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എല്ലാ വിഭാഗത്തെയും യോജിപ്പിച്ച് നിർത്തിക്കൊണ്ട് മറ്റു പൂരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ടൗണിൽ നടക്കുന്ന പൂരം എന്ന നിലയ്ക്ക്, മറ്റു പൂരങ്ങളൊക്കെ തന്നെ കുറച്ച് വിട്ടാണെങ്കിൽ ഇത് ചെർപ്പശ്ശേരി ടൗണിൻ്റെ ഹൃദയഭാഗത്താണ് ആ പൂരത്തിന് മുഴുവൻ സമയവും ചെലവഴിക്കപ്പെടുന്നത്. ടൗണിലാണ് 10,000-കണക്കിന് ആളുകളൊന്ന് തിങ്ങി നിറഞ്ഞിരിക്കുന്നത്. എന്നുകൊണ്ട് തന്നെ അതിൻ്റെ ജാഗ്രതയോടുകൂടിയുള്ള തീരുമാനങ്ങൾ ഇന്നത്തെ യോഗത്തിൽ എടുത്തിട്ടുണ്ട്. മണ്ണാർക്കാട് പയ്യനടം GLP സ്കൂളിൽ ജനകീയ കൂട്ടായ്മയിൽ സ്വന്തമാക്കിയ 1/2 ഏക്കർ സ്ഥലം മന്ത്രി GR അനിൽകുമാർ കുരുന്നുകൾക്ക് സമർപ്പിച്ചു. നിശ്ചയദാർഢ്യവും കൂട്ടായ്മയും ഉണ്ടെങ്കിൽ അസാധ്യമായി ഒന്നുമില്ലെന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ കളിസ്ഥലമെന്ന് മന്ത്രി പറഞ്ഞു. ഈ കൂട്ടായ്മയ്ക്ക് സമ്മാനമായി വർണ്ണക്കൂടാരം പദ്ധതിയിൽ പയ്യനടം GLP സ്കൂളിനെ ഉൾപ്പെടുത്തുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. 105 വർഷം പഴക്കമുള്ള സ്കൂളിന് കളിസ്ഥലം ഉണ്ടായിരുന്നില്ല. തൊട്ടടുത്ത സ്ഥലം വാങ്ങാനായി സ്കൂളിലെ കുട്ടികൾ മിഠായി വാങ്ങാനുള്ള പണം പോലും മാറ്റിവെച്ചത് മലബാർ സിറ്റി ന്യൂസ് വാർത്ത നൽകിയിരുന്നു. ഇതോടെ കളിസ്ഥലം എന്ന ആവശ്യം PTA-യും നാട്ടുകാരും സുമനസ്സുകളും ഏറ്റെടുത്തു. ജനകീയ കൂട്ടായ്മയിൽ സ്ഥലത്തിന്റെ വിലയായ 44 ലക്ഷം രൂപ കണ്ടെത്തുകയായിരുന്നു. സ്കൂൾ വാർഷിക ചടങ്ങിൽ ഒരു നാടിന്റെ സ്വപ്നമായ കളിസ്ഥലം മന്ത്രി സമർപ്പിച്ചു. സമ്പത്താണ് നമ്മുടെ സംസ്ഥാനത്തുള്ള നിരവധിയായിട്ടുള്ള വിദ്യാലയങ്ങൾ ഇന്ന് കാണുന്ന മികവിന്റെ കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങളെല്ലാം അതിനെല്ലാം സഹകരിപ്പിച്ച് ഈ നിലയിലേക്ക് സ്ഥലം വാങ്ങാൻ മുൻകൈയെടുത്ത PTA ഭാരവാഹികളെ, ഗ്രാമപഞ്ചായത്തിന്റെ ഭാരവാഹികളടക്കമുള്ള ജനപ്രതിനിധികളെ ഏറെ അഭിമാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഗവൺമെന്റിന് വേണ്ടി ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. എല്ലാവർക്കും ആശംസകൾ നേരുകയാണ്. N. ഷംസുദ്ദീൻ MLA അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V. പ്രീത, കുമരംപുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ ആമ്പാടത്ത്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റസീന വറോഡൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഗഫൂർ കോൽക്കളത്തിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മുസ്തഫ വറോഡൻ, പഞ്ചായത്ത് അംഗങ്ങളായ ഇന്ദിര മടത്തുപുള്ളി, സഹദ് അരിയൂർ, നൌഫൽ തങ്ങൾ, P. അജിത്ത്, ലക്ഷ്മിക്കുട്ടി, D. വിജയലക്ഷ്മി, പ്രധാനാധ്യാപകൻ MN കൃഷ്ണകുമാർ, രവി എടേരം, ജുനൈസ് നെച്ചുള്ളി, അൻഷാദ് തോട്ടശ്ശേരി, PTA പ്രസിഡന്റ് റാഫി മൈലങ്കോട്ടിൽ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും നടത്തി. AIYF നേതാവ് ഷെരീഫിനെ AIYF മണ്ണാർക്കാട് മണ്ഡലം കമ്മിറ്റി അനുസ്മരിച്ചു. പൊതുപ്രവർത്തകർക്ക് മാതൃകയാണ് ഷെരീഫെന്ന് മന്ത്രി GR അനിൽകുമാർ പറഞ്ഞു. കുമരംപുത്തൂർ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം മന്ത്രി GR അനിൽകുമാർ നിർവഹിച്ചു. പാർട്ടി പ്രവർത്തകരുടെ മനസ്സിൽ മാത്രമല്ല പൊതുസമൂഹത്തിന്റെ മനസ്സിലും ഷെരീഫിന് സ്ഥാനം നേടാൻ കഴിഞ്ഞെന്ന് മന്ത്രി പറഞ്ഞു. വളരെ ചെറിയ പ്രായത്തിൽ നമ്മൾ വിട്ടുപിരിഞ്ഞുവെങ്കിലും നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ ഉള്ളിടത്തോളം കാലം
ഷെരീഫിൻ്റെ ഓർമ്മകൾ നമുക്ക് മുന്നിലുണ്ടാകും എന്ന് തീർത്തും നമുക്ക് പറയാൻ കഴിയും. അത്ര കണ്ട് പാർട്ടി AIVF പ്രവർത്തകരുടെ മനസ്സിൽ മാത്രമല്ല, സമൂഹത്തിൻ്റെ സാമൂഹ്യ രംഗത്തെ നിരവധി വ്യക്തികളുടെയും സമൂഹത്തിൻ്റെയും ശ്രദ്ധ പിടിച്ചു പറ്റുന്ന പ്രവർത്തനത്തിൻ്റെ ഉടമയായിരുന്നു സഖാവ് ഷെരീഫ്. സേവ് CPIയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ച ഷെരീഫ് അനുസ്മരണത്തിൽ ഉദ്ഘാടകൻ ജില്ലാ പ്രസിഡന്റ് പാലോട് മണികണ്ഠൻ CPI നേതാക്കൾക്കെതിരെ കടുത്ത വിമർശനം നടത്തിയിരുന്നു. തങ്ങൾ അനുസ്മരണവേദിയിൽ രാഷ്ട്രീയം പറയുന്നില്ലെന്നും ഷെരീഫിനെ അറിയുന്ന മണ്ണാർക്കാട്ടെ നെല്ലിപ്പുഴയ്ക്കും ആര്യമ്പാവിനും ഇടയിലുള്ളവരാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നതെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ CPI ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ് പറഞ്ഞു. സഖാവ് ഷെരീഫ് ഈ നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തി പദത്തിൽ ഉദിച്ചുയർന്ന ഒരു താരമായിരുന്നു. ഇവിടെ വിനോദ് മാഷ് നാൾ വഴികളിലൂടെ അത് ചൂണ്ടിക്കാണിച്ചു. ഹൃദയസ്പർശിയായ അദ്ദേഹം ഇവിടെ അത് പ്രതിപാദിച്ചു. ഇന്നിവിടെ ഒത്തുകൂടിയിട്ടുള്ളവർ വലിയ പ്രചരണ കോലാഹലമൊന്നും നടത്താതെ വന്നുയർന്നവരാണ്. കാരണം ഹൃദയത്തിൽ ഷെരീഫുണ്ട്, അതുകൊണ്ട് വന്നതാണ്. എനിക്ക് തോന്നുന്നത് നെല്ലിപ്പുഴയ്ക്ക് ഇപ്പുറവും ആര്യമ്പാവിലും അല്ലെങ്കിൽ നാട്ടുകാരിന് ഇപ്പുറത്തും ഇടത്തനാട്ടുകാരയ്ക്ക് ഇപ്പുറത്തും അല്ലാത്ത ഒരാളും ഇന്ന് ഈ യോഗത്തിലില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഷെരീഫ് അറിയുന്നവർ. ബോബി ജോയി അധ്യക്ഷത വഹിച്ചു. KK വിനോദ് കുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി. AIYF സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഷെഫീർ കീഴ്ശ്ശേരി, ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി മണികണ്ഠൻ പൊറ്റശ്ശേരി, മണ്ഡലം സെക്രട്ടറി AK അബ്ദുൾ അസീസ്, ജില്ലാ കമ്മിറ്റി അംഗം V രവി, P പ്രശോഭ്, K രവികുമാർ, ഭാസ്കരൻ മുണ്ടക്കണ്ണി, പരമശിവൻ, N ചന്ദ്രശേഖരൻ, സെക്രട്ടറി ഷാഫി നറുകോട്ടിൽ, ഭരത്, അബുറജ തുടങ്ങിയവർ പ്രസംഗിച്ചു. നെല്ലായ ബീവിപ്പടി മുണ്ടനാംകുറിശി മഹാദേവ ക്ഷേത്രത്തിൽ എല്ലാ മാസവും നടക്കുന്ന ഭാഗ്യസിദ്ധി പൂജയ്ക്കെത്തുന്നത് നിരവധി ഭക്തർ. ഭാഗ്യസിദ്ധിക്കായി എല്ലാ മലയാള മാസവും 3-ാമത്തെ ഞായറാഴ്ചയാണ് ക്ഷേത്രം തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ ഭാഗ്യസിദ്ധി പൂജ നടത്തുന്നത്. വള്ളുവനാട്ടിലെ ചിരപുരാതന ക്ഷേത്രങ്ങളിലൊന്നാണ് നെല്ലായ ബീവിപ്പടി മുണ്ടനാകുരിശി മഹാദേവ ക്ഷേത്രം. ഇന്ന് മലബാർ ദേവസ്വം ബോർഡിന് കീഴിലാണ് ഈ ക്ഷേത്രമുള്ളത്. ഭക്തജന കൂട്ടായ്മയിലും നാട്ടുകാരുടെ സഹായ സഹകരണത്താലും ഏറെ അഭിവൃദ്ധി കൈവരിച്ചുകൊണ്ടിരിക്കുന്ന ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ നവീകരണ കലശ ചടങ്ങുകൾ കഴിഞ്ഞ വർഷം നടത്തിയിരുന്നു. ഉപപ്രതിഷ്ഠകളായി ഗണപതിയും ദക്ഷിണാമൂർത്തിയും ശാസ്താവും ഭഗവതിയും ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു. ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൂജകളിലൊന്നാണ് തന്ത്രി ഈക്കാട്ടുമനയ്ക്കൽ നാരായണൻ നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഭാഗ്യസിദ്ധി പൂജ. സൽസന്താനലബ്ധി, സന്താനങ്ങളുടെ ദുരിത നിവാരണം, വിദ്യാഭ്യാസ പുരോഗതി, കർമ്മവിജയം, വിവാഹം, ഗൃഹനിർമ്മാണം, സാമ്പത്തിക പ്രതിസന്ധി തുടങ്ങിയ കാര്യങ്ങളിൽ വിജയത്തിനും തടസ്സങ്ങൾ നീങ്ങുന്നതിനുമായാണ് ഈ പൂജ ചെയ്യുന്നതെന്ന് ക്ഷേത്രം മുഖ്യ രക്ഷാധികാരി അകത്തേക്കുന്നത്ത് കൃഷ്ണൻ നമ്പൂതിരി പറയുന്നു. ക്ഷേത്ര നവീകരണ കലശത്തിന് ശേഷം എല്ലാ മാസവും മലയാള മാസം 3-ാം തീയതി ഭാഗ്യസിദ്ധി പൂജ എന്നൊരു വിശേഷ കർമ്മം ചെയ്തു വരുന്നുണ്ട്. മഹാദേവന് പുറമെ ഗണപതി, ദക്ഷിണാമൂർത്തി, ശാസ്താവ്, ദുർഗാ ഭഗവതി തുടങ്ങിയ ഉപദേവതകളും ഇവിടെ പ്രതിഷ്ഠയിലുണ്ട്. ഭാഗ്യസിദ്ധി പൂജ എന്നുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ മഹാഗണപതിക്കും ദക്ഷിണാമൂർത്തിക്കും ശാസ്താവിനും ദുർഗയ്ക്കും വിശേഷ അഭിഷേക പൂജ അർച്ചനാദികൾ ചെയ്തിട്ട് മഹാദേവന് ശ്രീരുദ്രമന്ത്രം കൊണ്ടുള്ള ധാരയും 108 കുടം അഭിഷേകവും പ്രത്യേകം നിവേദ്യ പൂജാദികൾ അർച്ചനകളൊക്കെ ചെയ്ത് നക്ഷത്ര നാമങ്ങളൊക്കെ ചേർത്ത് പ്രത്യേകം ക്ഷേത്രം തന്ത്രിയുടെ നേതൃത്വത്തിൽ, അതായത് ഈക്കാട്ട് നാരായണൻ നമ്പൂതിരിപ്പാടാണ് ഈ ക്ഷേത്രത്തിൻ്റെ താന്ത്രിക ചുമതല വഹിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ മാസവും 3-ാമത്തെ ഞായറാഴ്ചയാണ് ഈ ഭാഗ്യസിദ്ധി പൂജ നടത്തുന്നത്. ഈ പൂജ വളരെ വിശേഷമായിട്ട് അനുഭവത്തിൽ എല്ലാവരും പറയാറുണ്ട്. ധാരാളം ആളുകൾ ദൂരെ നിന്നും സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നൊക്കെ ധാരാളം ആളുകൾ വന്നിട്ട് അത് ഷീട്ടാക്കിയിട്ട് പോകാറുണ്ട്. പലരും ആ പൂജയിൽ പങ്കെടുക്കാറുണ്ട്. എല്ലാവരും നല്ല അനുഭവം പറയുന്നുണ്ട്. ഇത് ഇപ്പോഴും തുറന്നു വരേണ്ട
ഈ മാസത്തെ പൂജ കഴിഞ്ഞ ഫെബ്രുവരി 2-ാം തീയതിയാണ് ഉണ്ടായത്. അടുത്ത മാസത്തെ പൂജ മാർച്ച് 2-ാം തീയതിയാണ്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ 3 പ്രാവശ്യമായിട്ടാണ് പൂജ ചെയ്യേണ്ടത്. ഈ 3 പ്രാവശ്യത്തിൽ 3 പ്രാവശ്യം പങ്കെടുത്ത് ഭഗവാനെ ദർശിക്കേണ്ടതാണ്. അതില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഭഗവാനെ ദർശിച്ച് പ്രത്യേകം പ്രാർത്ഥിച്ച് പഞ്ചാക്ഷരം ജപിച്ചിരുന്നാൽ അനുഭവങ്ങൾ ധാരാളം പറയുന്നുണ്ട്. അപ്പോൾ അത് പരമാവധി ആളുകൾ ആ ഭക്തിയോട് കൂടിയിട്ട് ധർമ്മം ആണ്, അധർമ്മമായിട്ടൊന്നും പ്രാർത്ഥിക്കുകയൊന്നും അരുത്. ധർമ്മമായിട്ടുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ അനുഗ്രഹിക്കാണ്ടിരിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. എല്ലാ മലയാള മാസവും 3-ാമത്തെ ഞായറാഴ്ചയാണ് ഈ പൂജ. മഹാഗണപതി, ദക്ഷിണാമൂർത്തി, ഭഗവതി, ധർമ്മശാസ്താവ്, മഹാദേവൻ ഇവർക്കെല്ലാം പ്രത്യേക നാമനക്ഷത്രങ്ങൾ ചേർത്ത് അഭിഷേക പൂജകൾ ചെയ്ത അർച്ചന നിവേദ്യാദികൾ ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഒരു ചടങ്ങാണ് ഇത്. 3 മാസം 3 തവണ ഈ പൂജ തുടർച്ചയായി ചെയ്യേണ്ടതാണ്. നിരവധി ഭക്തരാണ് എല്ലാ മാസവും നടക്കുന്ന ഈ ഭാഗ്യസിദ്ധി പൂജയ്ക്ക് ക്ഷേത്രത്തിൽ എത്തുന്നത്. ബംഗളൂരിലുണ്ടായ വാഹനാപകടത്തിൽ കുമരംപുത്തൂർ അക്കിപ്പാടം പാലക്കാപ്പറമ്പിൽ വിഷ്ണു മരിച്ചു. 26 വയസ്സായിരുന്നു. സുഹൃത്ത് പയ്യനടം അക്ഷയിനെ പരുക്കുകളോടെ മണിപ്പാൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചൊവ്വാഴ്ച പുലർച്ചെ ബാംഗ്ലൂർ ബെല്ലാഹള്ളിയിലാണ് അപകടം. വിഷ്ണുവും അക്ഷയും സഞ്ചരിച്ച ബൈക്ക് ലോറിയിൽ ഇടിക്കുകയായിരുന്നു. വിഷ്ണു സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു. അക്കിപ്പാടം പാലക്കാപ്പറമ്പിൽ കണ്ണന്റെയും ഇന്ദിരയുടെയും മകനാണ് വിഷ്ണു. ജർമ്മനിയിലേക്ക് പോകാനുള്ള വിസ കാത്ത് സുഹൃത്തിന്റെ കൂടെ ബാംഗ്ലൂരിൽ താമസിക്കുകയായിരുന്നു അക്ഷയ്. ബാംഗ്ലൂരിൽ ഹോട്ടൽ മാനേജ്മെന്റ് വിദ്യാർത്ഥിയാണ്. കേരള സർക്കാർ പട്ടികജാതി വികസന വകുപ്പിന്റെ കോർപ്പസ് ഫണ്ടിൽ ഉൾപ്പെടുത്തി അനുവദിച്ച 23.75 ലക്ഷം രൂപ ഉപയോഗിച്ച് കോൺക്രീറ്റിംഗ് നടത്തിയ 7-ാം വാർഡിൽ ഉൾപ്പെടുന്ന കുളക്കാട്ടുകുറിശി മേക്കോട്ടിൽ നഗർ റോഡ് നാടിന് സമർപ്പിച്ചു. 3 മീറ്റർ വീതിയിൽ 470 മീറ്റർ നീളത്തിൽ നിർമ്മിച്ച റോഡിന്റെ ഉദ്ഘാടനം കേരള പട്ടികജാതി പട്ടികവർഗക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു നിർവഹിച്ചു. എല്ലാ സൗകര്യങ്ങളും ലഭിക്കണം, അതാണ് കാഴ്ചപ്പാടെന്ന് പറയുന്നത്. അത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അങ്ങനെയാണ് നമുക്ക് ഈ പദ്ധതിയെ നമുക്ക് നോക്കിക്കാണാൻ വേണ്ടി സാധിക്കുന്ന ഒരു കാര്യം. ഇവിടെ പറഞ്ഞപ്പോൾ ഒരു കാര്യമുണ്ട്, ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയത്, നിങ്ങളെല്ലാവരും ഈ സമയം 9 മണി കഴിഞ്ഞിട്ടും നിങ്ങൾ എല്ലാവരും ഇവിടെ ഇങ്ങനെ കൂടിച്ചേർന്നിരിക്കുകയാണ്. അപ്പം അതിൻ്റെ പ്രത്യേകത MLA പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഒരു യുദ്ധം ചെയ്തിട്ടാണ് നിങ്ങൾ ഈ റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. MLA കെ പ്രേംകുമാർ അധ്യക്ഷനായി. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ കെ ശ്രീധരൻ, പി മൊയ്തീൻകുട്ടി, ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ വി കെ രാധിക, ഗ്രാമപഞ്ചായത്ത് അംഗം സി ലീല, ബ്ലോക്ക് ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ പി അരവിന്ദാക്ഷൻ, ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ കെ എസ് ശ്രീജ, ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസർ എൻ നവീൻ ചന്ദ്രൻ, ബ്ലോക്ക് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ VR സുമേഷ്, എൻ ബാലസുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ജനറൽ വിഭാഗക്കാർക്ക് കട്ടിലുകൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി ഉദ്ഘാടനം നിർവഹിച്ചു. 6,70,000 രൂപ ചെലവിൽ 162 ഗുണഭോക്താക്കൾക്കാണ് കട്ടിലുകൾ വിതരണം ചെയ്തത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ടി ശശികുമാർ അധ്യക്ഷനായി. ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പി മുഹമ്മദ് ഖാസിം, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ MM ബിന്ദു, വാർഡ് മെമ്പർമാരായ NP ശ്രീദേവി, IC കമലാക്ഷി, PU വിനിത, A വിജിത, PB ധന്യ, വി ധന്യ, പി ലത, M സനീഷ്, ടി ഗ്രീഷ്മ തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു ഇടവേള കൂടി. വീണ്ടും വാർത്തകളിലേക്ക്. ലൈഫ് ഭവന പദ്ധതി, ആരോഗ്യമേഖല, ഭിന്നശേഷി പുനരധിവാസം എന്നിവയ്ക്ക് പ്രധാന മുൻഗണന നൽകി ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ ചേർന്നു.
മുഹമ്മദ് മൂസിൻ MLA സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും ജനകീയാസൂത്രണത്തിന്റെ ഏറ്റവും മികച്ച മാതൃക നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് ഓങ്ങല്ലൂർ പഞ്ചായത്ത് ശ്രമിക്കുന്നത്. ഈ അടുത്ത കാലങ്ങളിലായിട്ട് ഒരുപാട് അംഗീകാരങ്ങളും നേട്ടങ്ങളും ഗ്രാമപഞ്ചായത്തിനെ തേടി എത്തിയിട്ടുണ്ട്. ഒരു കാര്യം എടുത്തു പറയേണ്ടതാണ്, സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഒരു മിഷനാക്കി ഏറ്റെടുത്തിട്ടുള്ള ഗ്രാമപഞ്ചായത്തുകൾ മുഖേന നടപ്പിലാക്കുന്ന അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങൾ മുഖേന നടപ്പിലാക്കുന്ന ഏറ്റവും ബൃഹത്തായ ഇന്ത്യ രാജ്യത്തിലെ മാതൃകയായിട്ടുള്ള പദ്ധതിയാണ് ലൈഫ്. ആ ലൈഫ് പദ്ധതിയിൽ 300 വീടുകളാണ് ഈ ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ മാത്രം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മാണം പുരോഗമിക്കുന്നത്. ബാക്കിയുള്ള വീടുകൾ കൂടി ഈ മാസം പ്രഖ്യാപിക്കുമെന്നാണ് ഗ്രാമപഞ്ചായത്ത് പറഞ്ഞിട്ടുള്ളത്. ഭവനരഹിതരായിട്ടുള്ള ഒരു കേരളം സ്വപ്നം കാണുന്ന നമുക്ക് ആ സർക്കാരിന്റെ ലക്ഷ്യം ഏറ്റെടുത്തുകൊണ്ട് വളരെ ജനകീയമായി കൊണ്ട് മുന്നോട്ട് പോകുന്ന ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്തിലെ വീടില്ലാത്ത ആളുകൾക്ക് പരമാവധി വീട് ലഭ്യമാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ മാതൃകയാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കരട് പദ്ധതി രേഖയുടെ പ്രകാശനവും ചടങ്ങിൽ MLA നിർവഹിച്ചു. 2025-26 വാർഷിക പദ്ധതിയിലെ കരട് പദ്ധതി രേഖയുമായി ബന്ധപ്പെട്ട അന്തിമ കരട് പദ്ധതി രേഖ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായിരുന്നു വികസന സെമിനാർ. ലൈഫ് ഭവന പദ്ധതി, ആരോഗ്യമേഖല, ഭിന്നശേഷി പുനരധിവാസം എന്നിവയ്ക്ക് പദ്ധതി രേഖയിൽ പ്രധാന പരിഗണന നൽകിയിട്ടുണ്ട്. കൂടാതെ കൃഷി, വയോജനങ്ങൾക്കുള്ള സഹായം, ഗ്രാമീണ റോഡുകൾ തുടങ്ങിയവയ്ക്കും പരിഗണന നൽകിയിട്ടുണ്ട്. അന്തിമ കരട് പദ്ധതി രേഖ ഉടൻ തയ്യാറാക്കും. സെമിനാറിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ അധ്യക്ഷയായി. TP രജീഷ് പദ്ധതി അവതരണം നടത്തി. പ്രിയ പ്രശാന്ത്, ഉണ്ണികൃഷ്ണൻ, K പുഷ്പലത, ജലജ ശശികുമാർ, P പ്രസന്ന, AK മുഹമ്മദ് അലി, KA മുജിബുദ്ദീൻ, ഹസീന ടീച്ചർ, PP വിജയൻ, V ജഗദീഷ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. 2025-26 വർഷത്തെ പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ നടത്തി. K പ്രേമകുമാർ MLA വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ പഞ്ചായത്ത് സ്ത്രീകളുടെ കൂടി പങ്കാളിത്തം, അഥവാ സ്ത്രീകളുടെ പങ്കാളിത്തം മാത്രം കൂടുതൽ ശക്തിപ്പെടുത്തി ഉറപ്പുവരുത്തി എല്ലാ വാർഡിലും കലാമേള സംഘടിപ്പിക്കേണ്ടായി. ഞാനൊരു മേളയുടെ ഭാഗമായിട്ട് ജയശ്രീ മെമ്പറുടെ വാർഡിലാണ് പരിപാടിക്ക് പോയത്. നല്ല പങ്കാളിത്തം. അപ്പോൾ അതിൽ ഏതാണ്ട് 50 വയസ്സിനടുത്തെത്തിയ ഒരു സ്ത്രീയാണ് ഒപ്പനയിലെ മണവാട്ടിയായിട്ട് അവിടെ തയ്യാറായി നിൽക്കുന്നത്. എനിക്ക് വേറെ പരിപാടി ഉള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു, ഒപ്പന എൻ്റെ പ്രസംഗത്തിന് ശേഷം മതി, ഞാൻ ഉദ്ഘാടനം ചെയ്തിട്ട് പോകുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ സ്വാഭാവികമായിട്ടും കലാപ്രവർത്തനത്തിന്, സാംസ്കാരിക പ്രവർത്തനത്തിന്, കൂട്ടായ അത്തരം പരിപാടികൾക്കെല്ലാം ഉള്ളൊരു മനസ്സുണ്ട്. ആ മനസ്സിനെ പ്രോത്സാഹിപ്പിക്കാനും തട്ടിയുണർത്താനും അവർക്കെല്ലാം നല്ല ആത്മവിശ്വാസം നൽകി മറ്റ് സങ്കോചമോ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രയാസമോ ഇല്ലാതെ പരിപാടി അവതരിപ്പിക്കാനും ഒക്കെ കഴിയുന്ന നിലയിൽ പഞ്ചായത്ത് പദ്ധതിക്ക് ജനറൽ മേഖലയിൽ 2,01,87,000 രൂപയും, പട്ടികജാതി വികസന മേഖലയിൽ 82,28,000 രൂപയും, മെയിൻ്റനൻസ് റോഡ് വിഭാഗത്തിൽ 2,86,97,000 രൂപയും, നോൺ റോഡിനത്തിൽ 89,11,000 രൂപയും, കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ബേസിക് ഗ്രാൻഡിനത്തിൽ 3,41,000 രൂപയും, ടൈഡ് വിഭാഗത്തിൽ 51,100,000 രൂപയും ഉൾപ്പെടെ 7,35,25,000 രൂപയുടെ പദ്ധതികളാണ് വികസന സെമിനാറിൽ അവതരിപ്പിച്ചത്. സമ്പൂർണ്ണ ഭവനം, അടിസ്ഥാന സൗകര്യ വികസനം, ഉൽപാദനത്തോടൊപ്പം തൊഴിലും വരുമാന വർധനവും ലക്ഷ്യമിട്ടുള്ള പദ്ധതികൾ എന്നിവയും കരട് രേഖയിലുണ്ട്. സാമൂഹികമായ മുന്നേറ്റത്തിന് പുറകിൽ നിൽക്കുന്ന വിഭാഗങ്ങൾക്കും കൂടിയും പരിഗണന ഉറപ്പുവരുത്തി പദ്ധതി പ്രവർത്തനങ്ങളിൽ ഇടം നൽകുക എന്ന ലക്ഷ്യത്തോടെ ജെൻഡർ ബജറ്റ്, സാങ്കേതിക നൈപുണ്യ വികസന പരിപാടികൾ, ആരോഗ്യ സംരക്ഷണം, വയോജനക്ഷേമം, ഭിന്നശേഷി, ശിശു സൗഹൃദം, പട്ടികജാതി ക്ഷേമ വികസനം, ഊർജ പരിപാലനം, കാർബൺ സന്തുലിത ഗ്രാമം, മൃഗപരിപാലനം, ഹരിതഗ്രാമം, ഗ്രാമസഭ ശാക്തീകരണം, സദ്ഭരണം തുടങ്ങിയ വിവിധ മേഖലകളിലെ വികസന പ്രവർത്തനങ്ങളാണ് വാർഷിക പദ്ധതിയിൽ വിഭാവനം ചെയ്തിരിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് C രാജിക അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ്, വൈസ് പ്രസിഡന്റ് M സയ്യിദ് അലിക്ക് നൽകി പദ്ധതി രേഖ പ്രകാശനം നിർവഹിച്ചു. വികസനകാര്യ സമിതി ചെയർപേഴ്സൺ K രാധിക, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M സുകുമാരൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ C ഹരിദാസൻ, K സുമതി, M ഗിരിജ, ഗ്രാമപഞ്ചായത്ത് അംഗം MK ദ്വാരകാനാഥൻ, ആസൂത്രണ സമിതി അംഗം P രാജേഷ്, AP ഗിരീഷ് ബാബു,
ചിങ്ങനേഴി ഭാസ്കരൻ, പഞ്ചായത്ത് സെക്രട്ടറി എസ് സജി എന്നിവർ സംസാരിച്ചു. കേരള സംസ്ഥാന പട്ടികജാതി വികസന വകുപ്പ് മുഖേന കോർപ്പസ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡിലെ ആട്ടുതലപ്പുര നഗർ റോഡ് നാടിന് സമർപ്പിച്ചു. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും അല്ലേ എല്ലാവർക്കും ഒരു സ്കൂട്ടി എങ്ങനെ കാണും. ഇവിടെ നമ്മൾ പാലക്കാട് ഇപ്പം കള്ളൊക്കെ എടുക്കുന്ന അല്ലേ കള്ളുണ്ടാക്കുന്ന സ്ഥലത്താണ് പാലക്കാട് തെങ്ങി കേൾക്കാൻ പോകുന്നത് അല്ലേ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണിക്ക് പോകുന്നതാണ്, വർക്ക് ഷാപ്പിൽ പോകുന്നതാണ്, മറ്റൊരു കൂലിപ്പണിക്ക് പോകുന്നത്. എല്ലാവരും പണ്ടത്തെ പോലെ നടന്നു പോകുന്നുണ്ടപ്പോൾ. ഇപ്പം എല്ലാവരും നടന്നു പോയുള്ള പരിപാടിയെല്ലാം നിർത്തി ഇപ്പോൾ എല്ലാവരും ബൈക്കിനോ സ്കൂട്ടിലൊക്കെയാണ് ജോലിക്ക് പോകുന്നത്. അതിനെ നമ്മൾ അഭിമാനകരമായിട്ട് കാണുക, അത് മോശമായിട്ട് കാണുക. സത്യത്തിൽ നമ്മളിതിനെ അഭിമാനകരമായിട്ട് കാണണം. അത് സൂചിപ്പിക്കുന്ന കേരളത്തിന്റെ വികസനത്തിന്റെ സൂചികയാണ്, ഒരു സൂചികയാണ് അത് കാണിക്കുന്നത്. 2,27,000 രൂപ വിനിയോഗിച്ച് 151 മീറ്റർ ദൂരമാണ് അരിക് സംരക്ഷണ ഭിത്തികളും കോൺക്രീറ്റ് പ്രവൃത്തിയും പൂർത്തീകരിച്ചിട്ടുള്ളത്. കെ പ്രേംകുമാർ MLA അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ്, വൈസ് പ്രസിഡന്റ് M സെയ്ദാലി, പഞ്ചായത്ത് പ്രസിഡന്റ് C രാജിക, വൈസ് പ്രസിഡന്റ് M സുകുമാരൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ M ഗിരിജ, K സുമതി, ജില്ലാ പഞ്ചായത്ത് അംഗം K ശ്രീധരൻ മാസ്റ്റർ, മെമ്പർ MK പ്രദീപ്, ആസൂത്രണ സമിതി അംഗം B രാജേഷ്, ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ KS ശ്രീജ, LSGD ബ്ലോക്ക് അസിസ്റ്റന്റ് എക്സി എഞ്ചിനീയർ VR സുമേഷ്, ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസർ N നവീൻ ചന്ദ്ര എന്നിവർ സംസാരിച്ചു. കുറ്റിക്കോട് KEMC ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ 24-ാം വാർഷികം വിപുലമായി ആഘോഷിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം സിനി ആക്ടർ വിഷ്ണു ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ചെറുപ്പുളശ്ശേരി നഗരസഭാ കൗൺസിലർ സഫ്ന പാറക്കൽ അധ്യക്ഷത വഹിച്ചു. സിനി ആക്ട്രസ് അനുഷ അരവിന്ദാക്ഷൻ, സിനി ആക്ടർ ഭാസ്കർ അരവിന്ദ് എന്നിവർ വിശിഷ്ടാതിഥിയായി. മാനേജർ മുഹമ്മദ് K, ചെറുപ്പുളശ്ശേരി നഗരസഭാ കൗൺസിലർ അനിഷ, അബൂബക്കർ C, വൈശാഖ്, MPS സെക്രട്ടറി സുഹറ മുഹമ്മദ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. കൂടാതെ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഇനി വാണിജ്യ വാർത്തകൾ. ദന്തചികിത്സാ രംഗത്ത് സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളോടെ കീടത്ത് ഡെന്റൽ സ്റ്റുഡിയോ അലനല്ലൂർ മേലാറ്റൂർ റോഡിൽ കീടത്ത് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. N ഷംസുദ്ദീൻ MLA സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ നാഡി എല്ലിന്റെ വളർച്ച സർജറി കൂടാതെ നിയന്ത്രിക്കാൻ കഴിയുന്നതുൾപ്പെടെയുള്ള ആധുനിക ചികിത്സാ സൗകര്യം കീടത്ത് ഡെന്റൽ സ്റ്റുഡിയോയിൽ ഉണ്ട്.
ദന്തചികിത്സാ രംഗത്തെ ഏറ്റവും നൂതനമായ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളോടെയാണ് കീടത്ത് ഡെന്റൽ സ്റ്റുഡിയോ അലനല്ലൂർ മേലാറ്റൂർ റോഡിൽ കീടത്ത് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചത്. എൻ ഷംസുദ്ദീൻ MLA സംരംഭം ഉദ്ഘാടനം ചെയ്തു. അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സജന സത്താർ, വൈസ് പ്രസിഡന്റ് ആയിഷ B ആറാട്ടുതൊടി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ബഷീർ തെക്കൻ, V അബ്ദുൾ സലീം, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ P മുസ്തഫ, K ഹംസ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ബാബു മൈക്രോടെക്, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ റഷീദ് അലായൻ, KA സുദർശനകുമാർ, K വേണുഗോപാൽ തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായി. ഇതിനകത്തുള്ള സംവിധാനങ്ങളൊക്കെ കണ്ടു. ഏറ്റവും അത്യാധുനിക രീതിയിലുള്ള ഉപകരണങ്ങളും അതിനുള്ള ചെയറും ഒക്കെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. നൂതനമായ ചികിത്സകളും ഇവിടെ സംവിധാനിച്ചിട്ടുണ്ട്. ഈ ക്ലിനിക്ക് നല്ല സേവനങ്ങൾ നൽകി നാട്ടുകാരുടെ നല്ല പിന്തുണയുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഇവിടെ യുവ ഡോക്ടർമാരാണ് ഇതിൻ്റെ സംരംഭകരായിട്ടുള്ളത്. അവർക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. നല്ല സർവീസ് നൽകിയാൽ തീർച്ചയായും ജനങ്ങളുടെ നല്ല പിന്തുണയോടുകൂടി നല്ല വളർച്ചയും പുരോഗതിയും ഒക്കെ ഈ സ്ഥാപനത്തിനുണ്ടാകും. പരിചയസമ്പന്നരായ ഡോക്ടേഴ്സിൻ്റെയും നഴ്സുമാരുടെയും പരിചരണത്തിൽ 6 മുതൽ 12 വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്ക് കമ്പിയിടാതെയും ശസ്ത്രക്രിയ നടത്താതെയും പല്ല് പൊങ്ങാതിരിക്കാനും താടിയെല്ല് നിയന്ത്രിക്കാനുമുള്ള പ്രത്യേക ചികിത്സാ സൗകര്യം സ്ഥാപനം ഒരുക്കിയിട്ടുണ്ടെന്ന് ചീഫ് സർജൻ അൻസാർ ഫാസിൽ പറഞ്ഞു. ക്ലിയർ അലൈനേഴ്സ്, ഇംപ്ലാന്റ്, വെനീഴ്സ്, സ്മൈൽ ഡിസൈനിങ് എന്നിവയെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മുടെ ഈ നാട്ടിൽ ആധുനിക ചികിത്സാ രീതികളെല്ലാം വളരെ അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലേക്ക് നാട്ടിലേക്ക് എത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. നിങ്ങളേവർക്കും അത് വളരെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നതാണ്. കൂടാതെ കുട്ടികളിലെ എല്ലുകളുടെ വളർച്ചയും അതുപോലെ തന്നെ പല്ല് താടിയലിൻ്റെ വളർച്ച ഇതെല്ലാം സർജറി പോലെയുള്ള കാര്യങ്ങളിലാണ് എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സർജറി എല്ലാം ഒഴിവാക്കിക്കൊണ്ട് തന്നെ അവരുടെ വളർച്ചയും നമുക്ക് നിയന്ത്രിക്കാനും കുട്ടികളുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള വളർച്ചയ്ക്ക് പല്ലിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവരുടെ പല്ലുകളുടെ ബുദ്ധിമുട്ടുകൾ നേരത്തെ തന്നെ ക്ലിയർ ചെയ്ത് കൊടുക്കുന്ന എല്ലാ ചികിത്സാ രീതികളും നമുക്കിവിടെ ലഭ്യമാണ്. പല്ലിൽ കമ്പിയിടുന്ന രീതിയിൽ മാറ്റം വരുത്തി മുത്തു ഒട്ടിക്കാതെ തിരിച്ചറിയാൻ കഴിയാത്ത ട്രാൻസ്പാരന്റ് പ്ലാസ്റ്റിക് പോലെ തോന്നിപ്പിക്കുന്ന മെറ്റീരിയൽ ഉപയോഗിച്ചുള്ള ചികിത്സയും കൂടാതെ ഏത് പ്രായക്കാർക്കും പല്ല് സ്ഥിരമായി നിലനിർത്താനുള്ള ഇംപ്ലാന്റ് ചികിത്സയും ഇവിടെയുണ്ട്. കൂടാതെ വലിയ നഗരങ്ങളിൽ ലഭ്യമാകുന്ന മറ്റ് ആധുനിക ചികിത്സാ സൗകര്യങ്ങളും കീടത്ത് ഡെന്റൽ സ്റ്റുഡിയോയിൽ ഒരുക്കിയിട്ടുണ്ട്. ഇംപ്ലാന്റ് അത് ഏത് പ്രായക്കാർക്കും ഊരിവെക്കുന്ന സെറ്റുകളൊക്കെ ഒഴിവാക്കി ഉറപ്പിച്ചുകൊണ്ടുള്ള പല്ലുകൾ വെക്കുവാനുള്ള ചികിത്സാ രീതികളും നമുക്കിവിടെ ലഭ്യമാണ്. പിന്നീട് ക്യാൻസർ, ഓറൽ ക്യാൻസറുകൾ, ക്യാൻസർ, വായിലെ പുണ്ണുകൾ ഇവയെല്ലാം തന്നെ ഡിറ്റക്റ്റ് ചെയ്യുക. കൂടാതെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റുകളും നമുക്കിവിടെ ലഭ്യമാണ്. പിന്നെ ഏറ്റവും പ്രത്യേകത എന്തെന്ന് വെച്ചാൽ രോഗത്തിൻ്റെ അല്ല ഞങ്ങളിവിടെ ചികിത്സ ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ പ്രിവെൻഷൻ, നിങ്ങളുടെ ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കണമെന്നുള്ളതാണ് ഞങ്ങൾ ഒരു പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നത്. ഇതിൽ എല്ലിൽ കുടുങ്ങിയ പല്ലുകൾ, മുഴകൾ, പഴുപ്പുകൾ എന്നിവ നീക്കം ചെയ്യുന്ന ഇമ്പാക്ഷൻ ആൻഡ് സർജറിയും, നിറം മഞ്ഞയായ പല്ലുകൾ നിറം കൂട്ടുവാനുള്ള ടൂത്ത് വൈറ്റനിങ് ചികിത്സ, പൊട്ടിയ പല്ലുകൾ മെറ്റീരിയൽ വെച്ച് പഴയ രീതിയിലാക്കുന്ന കോമ്പോസിറ്റ് ഫില്ലിംഗ് ചികിത്സാ സൗകര്യവും സ്ഥാപനത്തിലുണ്ട്. ചീഫ് ഡെന്റൽ സർജൻ ഡോക്ടർ നിതീഷ് സാബു, ഡോക്ടർ ഷാനൂബ് റഹ്മാൻ, ഡെന്റൽ സർജൻ ഡോക്ടർ അൻസാർ ഫാസിൽ, ഡോക്ടർ മുഹമ്മദ് ഇർഫാൻ, ഡോക്ടർ അരുൺ ജോയ് എന്നിവരുടെ സേവനമാണ് സ്ഥാപനത്തിലുള്ളത്.
ഭിന്നശേഷിക്കാർക്ക് ചികിത്സയ്ക്കുള്ള പ്രത്യേക സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെരിന്തൽമണ്ണ മണ്ണാർമലയിൽ പുലിയെ കണ്ട സംഭവം വനം വകുപ്പ് ഇടപെട്ടില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് നജീബ് കാന്തപുരം MLA. നാട്ടുകാർ സ്ഥാപിച്ച CCTVയിലാണ് പുലിയുടെ ദൃശ്യം പതിഞ്ഞത്. നെന്മാറ ഇരട്ട കൊലപാതക കേസ് പ്രതി ചെന്താമരയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. പ്രതിയുടെ വീട്ടിലും പരിസരത്തുമാണ് തെളിവെടുപ്പ് നടത്തിയത്. ജനരോഷം കണക്കിലെടുത്ത് വൻ സുരക്ഷയിലായിരുന്നു തെളിവെടുപ്പ്. ആനമങ്ങാട് സ്വകാര്യ ബസ്സും സ്കൂട്ടറും ഇടിച്ച് യുവാവിന് ഗുരുതര പരിക്ക്. തൂത സ്വദേശി ഷക്കീബിനാണ് പരിക്കേറ്റത്. ചൊവ്വാഴ്ച രാവിലെ 7:45 അപകടം. മണ്ണാർക്കാട് തച്ചനാട്ടുകരയിൽ നിന്ന് അലനല്ലൂർ പഞ്ചായത്തിലേക്കുള്ള ജൽജീവൻ പദ്ധതിയുടെ പൈപ്പുകൾ നാട്ടുകൽ പുത്തൂർ വഴി സ്ഥാപിക്കണമെന്ന് ഭീമനാട് പൗരസമിതി. നിലവിൽ നാട്ടുകൽ ഭീമനാട് റോഡിലൂടെയാണ് പൈപ്പ് സ്ഥാപിക്കുന്നത്. ഇതുമൂലം 11 കിലോമീറ്റർ അധികം ദൂരം പൈപ്പ് സ്ഥാപിക്കേണ്ടി വരുമെന്ന് നേതാക്കൾ. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.